ഹായ് ഓൾ, വെൽക്കം ടു ക്രാഫ്റ്റ് മൈസെൽഫ്. കർക്കിടക മാസത്തിലെ മഴയിൽ കട്ടൻ ചായയും പരിപ്പുവടയുടെയും ഒപ്പം ഒരു മെഴുകുതിരിയൊക്കെ കത്തിച്ച് നമ്മുടെ തന്നെ ലൈഫിലെ ഒരു ദിവസം ഒരു ജേർണലായി പകർത്താൻ റെഡിയാണോ? ജേർണലിംഗ് ഇതുവരെ ചെയ്തിട്ടില്ലാത്തവരാണോ നിങ്ങൾ? എന്നാൽ ഇപ്പൊ തന്നെ നിങ്ങൾ ചുറ്റും നോക്കിക്കോ, കയ്യിൽ കിട്ടുന്ന സാധനങ്ങളുമായിട്ട് പോകുന്നു നമുക്കൊരു അടിപൊളി ജേർണൽ ഉണ്ടാക്കാം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫ്രഷ് ഫ്ലോറൽ പ്ലസ് വിൻറ്റേജ് തീമിലുള്ള ഒരു ജേർണലാണ്. ഈ ജേർണൽ എന്ന് പറയുമ്പോഴേ പല രീതിയിലും പല ഭാവത്തിലും പല നിറത്തിലും ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് നേരത്തെ പറഞ്ഞല്ലോ, വിൻറ്റേജ് ജേർണൽസ് ആണ്. അപ്പൊ അതുപോലെ ഒരുപാട് ജേർണലിംഗ് തീംസ് ഉണ്ട്. കളർ തീം ഉണ്ട്, ജങ് ജേർണൽ ഉണ്ട്, ബുള്ളറ്റ് ജേർണൽ ഉണ്ട്, പറഞ്ഞാൽ ഒരുപാടുണ്ട്. അപ്പൊ എന്തായാലും അതിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ കുറെ നാളായിട്ട് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് സപ്ലൈസ് ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് ചെയ്യാം. കളക്ട് ചെയ്യുക പറയുമ്പോൾ അവിടെയും ഇവിടെയൊക്കെ കിടക്കുന്ന സാധനങ്ങൾ നുള്ളിപ്പറക്കി ചെയ്യാം. പറമ്പിലൂടെ നടന്നപ്പോഴേ നമ്മുടെ ഓർമ്മകൾ പോലെ മാഞ്ഞു തേഞ്ഞു പോയൊരു കരിയില കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഒന്നിലധികം കിട്ടിയിട്ടുണ്ട്. ഞാൻ അതെല്ലാം എടുത്ത് ഭദ്രമായി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് ഫ്രഷ് ഫ്ലവേഴ്സും കിട്ടി. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഇന്നത്തെ ജേർണലിംഗ് വീഡിയോ സെറ്റ് ആക്കുന്നത്. അപ്പൊ അത് പിന്നെ തുണിക്കടയിൽ നിന്ന് കിട്ടിയ കുറച്ച് കവർ ഉണ്ടാവില്ലേ, അതും പഴയ ന്യൂസ് പേപ്പറും ഇതൊക്കെ ഒന്ന് അണീവനായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് മെഴുകുതിരിയിലൊന്ന് കാണിച്ച് സൈഡൊക്കെ ഒന്ന് കത്തിച്ചെടുക്കുക. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് വാരി പറക്കി ഒട്ടിക്കാം. അപ്പോൾ നമ്മുടെ ജേർണലാണ്, നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഒട്ടിക്കാം, നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എഴുതി കൊടുക്കാം. പിന്നെ കുറച്ച് സ്റ്റിക്കി നോട്ട്സും സ്റ്റിക്കേഴ്സും ഒക്കെ വെച്ച് നമ്മുടെ ജേർണൽ അങ്ങ് ഭംഗിപ്പെടുത്താം. പിന്നെ നമ്മുടെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഒരു വാഷി ടൈപ്പ് ഉണ്ടായിരുന്നു, അതും അങ്ങോട്ട് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഏറെ സങ്കടമുള്ള കാര്യം, നമ്മുടെ സഖാവ് വി എസ് അച്യുതാനന്ദൻ സാറില്ലേ, അദ്ദേഹം മരിച്ച ദിവസമായിരുന്നു ഞാൻ ഈ ജേർണലിംഗ് ചെയ്യുന്നത്. അപ്പൊ ഞാനൊരു സ്റ്റിക്കി നോട്ടിൽ അദ്ദേഹത്തോടുള്ള ഒരു ഇഷ്ടം കൂടി ഞാൻ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തോടുള്ള ആ ഇഷ്ടം ഞാനൊരു പാട്ടിലൂടെ നിങ്ങളടുത്ത് പറയാം. നാളെ ഈ പീത പുഷ്പങ്ങൾ കൊഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞിറങ്ങും, കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവേ, കൊല്ലം മുഴുക്കെ ജയിലിലാണോ, കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവേ, കൊല്ലം മുഴുക്കെ ജയിലിലാണോ. നാളെ പീത പുഷ്പങ്ങൾ കൊഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞിറങ്ങും, കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവേ, കൊല്ലം മുഴുക്കെ ജയിലിലാണോ. അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, comment. Bye bye. Take care. Love you all.